വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിന് മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഈ ഒരു മാസം. 3100 നിന്ന് 3500 നിയർ വരെ എത്തിയിട്ടുണ്ട്. 3430 അതുപോലെ 440 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മുകളിൽ നിന്നും താഴത്തുനിന്നും നല്ലൊരു പ്രഷർ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയയും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. കാരണം നോക്കിയാൽ കാണാം കഴിഞ്ഞ മാസം ഈ മാസവും മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിലാണ്. ഈ ലെവലിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഓരോ തവണയും മുകളിൽ നിന്ന് വരുന്ന സമയത്ത് നല്ല പ്രഷർ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസത്തെ വളരെ സ്ട്രോങ് ആയി ക്ലോസ് ചെയ്തൊരു ക്യാൻഡിൽ എന്നിട്ടാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് മന്ത് മാർക്കറ്റ് ഒരുപക്ഷെ ഒരു ട്രെൻഡ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിക്ക് അതെങ്ങനെയാണ് മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കേണ്ടി വരും. ഇനി നമുക്ക് വീക്ക്ലി അനാലിസിസിന് വേണ്ടിയിട്ട് വീക്ക്ലി ചാർട്ടിലോട്ട് പോവാം. വീക്ക്ലിയിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ വീക്ക്ലി ക്ലോസ് ചെയ്തിരിക്കുന്നതും നേരത്തെ വരച്ച ലൈനിന്റെ തൊട്ട് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, എന്നിരുന്നാലും ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിന്റെ താഴെയാണ്. ഇനി വീക്ക്ലിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലമായിട്ട് മാർക്കറ്റ് ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച അവിടെ ക്ലോസ് നടന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഒരു നല്ലൊരു ഇൻഡിസിഷൻ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി വരുന്ന ആഴ്ചയിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം വീക്കിലി നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്നുണ്ട്. വൺ ഡേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ലെവലിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അതിനെ റിഫൈൻ ചെയ്യാനുണ്ട്. ഈ ലെവൽ ഒരു സപ്പോർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം മുകളിൽ ഇവിടെ നിന്നാണ് സപ്ലൈ നടന്നത്. 2 തവണ സപ്ലൈ നടന്നത് അവിടെ നിന്നാണ്. അവിടെ നിന്ന് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എഫ്ഇജി ഉണ്ടായിരുന്നു. ഒരു എഫ്ഇജിനും കൂടി എടുത്തിട്ടാണ് ഈ സപ്പോർട്ട് ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് നോക്കാം. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്ന 1 ഹവറിന്റെ ആ ഒരു പാറ്റേണിനെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. നമുക്ക് കാണാം ഈ ഒരു ലെവലിലാണ് മൾട്ടിപ്പിൾ ടച്ച് എടുത്ത് പോയതിരിക്കുന്നത്. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് തവണ മൾട്ടിപ്പിൾ ടച്ച് എടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ വന്ന് ഒരിക്കൽ കൂടി സപ്പോർട്ട് എടുത്ത് വീണ്ടും ആ ലെവലിലേക്ക് തന്നെ ഇറങ്ങാനുള്ള ഒരു ശ്രമം മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ കാണാം ഈ ഒരു ലെവല്, അതായത് ഇവിടെ നിന്നാണ് മാർക്കറ്റ് മൾട്ടിപ്പിൾ ടച്ച് എടുത്ത് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ലെവലിന് ഫോർവേഡിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി ഇതിന്റെ രണ്ടിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സപ്പോർട്ടിന്റെ പ്രൈസ് 3198,658, അതുപോലെ 3253,415, അതുപോലെ റെസിസ്റ്റൻസിന്റെ പ്രൈസ് 3369.247, അതുപോലെ 3330.285 ആണ് കാണിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ കാണാം, ഒരു ട്രെൻഡ് ലൈൻ 4 ഹവറിൽ കടന്നു പോകുന്നുണ്ട്. അവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും കൂടി എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. ഈ ഒരു ലെവലിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു നല്ലൊരു കൺഫർമേഷൻ തന്നിട്ടില്ല. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്താലും ഒരു കൺഫർമേഷൻ തന്നിട്ടില്ല. ജസ്റ്റ് അതൊന്ന് വരച്ചു വെക്കുന്നുണ്ട്. ഇനി 4 ഹവറിൽ താഴോട്ടേക്ക് മറ്റെന്തെങ്കിലും കീ ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. അങ്ങനെ വരുന്ന സമയത്താണെങ്കിൽ 4 ഹവറിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ നിന്നൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ്. അപ്പൊ ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിനെ സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് 3056.954, അതുപോലെ 3000.313 ആണ് കാണിക്കുന്നത്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ആ ലെവലിനെ ഒരിക്കൽ കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നോക്കിയാൽ കാണാൻ നല്ലൊരു സപ്ലൈ നടന്ന ഏരിയ ആണ്. പിന്നെ അത് മാത്രമല്ല ഒരു ടെസ്റ്റ് നടന്നിട്ടുണ്ട്. ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 3494.886, അതുപോലെ 3427.193 ആണ്. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻ ആണ്.
കാരണം മാർക്കറ്റ് ഒരു സപ്പോർട്ട് ഏരിയനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും കൂടി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരു റെസിസ്റ്റൻസിൽ നിന്നാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആണ്. എന്നിരുന്നാലും നമുക്ക് ഒന്ന് നോക്കാം 1 അവറിന്റെ സാധ്യത എന്താണെന്നുള്ളത്. 1 അവറിന്റെ ആദ്യത്തെ സാധ്യത എന്ന് പറയുന്നത് ട്രെൻഡ് ലൈനിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, ഒരു ബൈ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ബൈ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രേഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് വരെ എത്താവുന്നതാണ്. ആദ്യം ഇവിടെ ഒരു ലൈൻ ഉണ്ട്, അതും കടന്നു വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വരെ എത്താവുന്നതാണ്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് വരെയാണ്. അങ്ങനെ ആ റെസിസ്റ്റൻസും കൂടി കടന്നു കഴിഞ്ഞാൽ മിക്കവാറും 3500 തന്നെ വീണ്ടും ടാർഗറ്റ് ചെയ്യാം. അതായത് ഓൾ ടൈം ഹൈനെ ടാർഗറ്റ് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ മൊമെന്റുകൾ ഉണ്ടാവും, താഴോട്ടേക്കുള്ള മൊമെന്റുകൾ ഉണ്ടാവും. എക്സ്പെഷ്യലി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നത്. അത് ഒന്നല്ലെങ്കിൽ ട്രെൻഡ് ലൈനിലേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ ഈ ലെവലിലേക്ക് ഇറങ്ങാം. അത് രണ്ടും നോക്കേണ്ടി വരും. ഏത് ലെവലിലേക്കാണ് വരുന്നത് എന്നുള്ളത് ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ടായിരിക്കും നോക്കേണ്ടി വരിക. അതുപോലെ തന്നെ ഇനിയൊരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു സപ്പോർട്ട് ലെവലും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്പോർട്ട് കൂടി ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഇവിടെ വന്ന് മാർക്കറ്റ് ഒരുപക്ഷെ വീണ്ടും കുറച്ച് നേരം നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൂവ്മെന്റ്, അതായത് നേരത്തെ മൂവ്മെന്റ് വീണ്ടും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് എക്സ്പെഷ്യലി ഈ ഒരു ലെവല്, അതായത് ഈ ഒരു ലോ ലെവലും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു റീടെസ്റ്റ് വന്നാൽ, റീടെസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു വീക്ക് റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് അടുത്തൊരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട്. അതായത് ഈ ഒരു സപ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ചിലപ്പോൾ താഴോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വീണ്ടും സപ്പോർട്ട് ലെവലുകൾ കാണാം. അതിലൊരു പ്രധാനപ്പെട്ട അടുത്ത സപ്പോർട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ലെവല് അടുത്തൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലാണ്, അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്കും മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു സെല്ലിംഗ് പ്രഷർ ആണെങ്കിൽ അവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയന്റെ പ്രൈസ് മാർക്ക് ചെയ്യുന്നുണ്ട് 2941.146. അതുപോലെ 2888.037 ആണ് ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത്, അതായത് ഈ ലെവലിലേക്ക് എത്തുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇതിന്റെ താഴേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടി മുകളിലോട്ട് തന്നെ പോവാം. മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ചെറിയ സെല്ല് എടുക്കാം. അപ്പൊ ഇത്രയാണ് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. കുറച്ച് കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. അതിനൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മന്തിലെ കൺസോൾട്ടേഷൻ തന്നെയാണ്. എന്നിരുന്നാലും കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കീ ഏരിയാസ് എല്ലാം ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് താഴോട്ടേക്കാണെങ്കിലും മുകളിലോട്ടാണെങ്കിലും നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.